ഇന്ന് കിട്ടിയത് നല്ല കുഞ്ഞുമത്തിയാണ് കേട്ടോ. മീൻകാരൻ്റെ കയ്യിൽ വേറൊരു മീനും ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞുമത്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്കിത് വാങ്ങാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. ഇത് മുറിക്കാൻ ഇച്ചിരി സമയമൊക്കെ വേണ്ടേ. പിന്നെ എൻ്റെ മോന് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കിലോ മീനേ മേടിച്ചുള്ളൂ. 1 കിലോ മീൻ മേടിച്ചില്ലെങ്കിൽ നേരെ വെളുക്കായിരുന്നു ഇത് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ സമയമൊക്കെ എടുത്ത് നല്ലപോലെ ക്ലീനാക്കി കഴുകി കുട്ടപ്പം മത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു വര അങ്ങ് വരഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇതാ ഞാൻ ഇടിക്കല്ലിൽ വെളുത്തുള്ളി, സവാള, പിന്നെ കാന്താരി മുളക് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇടിച്ച് വെച്ച സാധനവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ നല്ല മത്തിക്കുട്ടന്മാരൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കുറുക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് എന്താ തവി വെച്ചിട്ടൊന്ന് ഇളക്കരുത്, ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതാ നമ്മളെ മത്തിയൊക്കെ പൊട്ടിപ്പോവും. എന്നിട്ട് ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കി, പഠിച്ചോനെ എന്ത് ടേസ്റ്റാണ് കേട്ടോ, പറയാനൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ ബീട്രൂട്ട് അങ്ങ് മുറിച്ചിട്ട് ഞാനിതാ ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും, ഗ്യാസും ലാഭമാണല്ലോ. പിന്നെ ഇതാ ഞാൻ രസമാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് സവാള, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എന്നിട്ട് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി തൂകി തന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ രസം അങ്ങനെ ആയിട്ടുണ്ട്. ഇതാ ഞാൻ വന്നപ്പോൾ എല്ലാം കൂടി അങ്ങ് കൊണ്ടുവച്ച് കൊടുത്തേ കേട്ടോ. മത്തി വരട്ടിയതും പിന്നെ ഇന്നലത്തെ വെള്ളരി ഉണക്കച്ചെമ്മീൻ കറിയും ഉണ്ടായ ബീട്രൂട്ട് വറവും അതൊക്കെ എല്ലാം കൂടി കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ. രസത്തിൽ കുറച്ച് മല്ലിച്ചപ്പും തക്കാളി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേ. എന്നിട്ട് നല്ല മത്തി അങ്ങ് എടുത്തേ. എന്നിട്ട് ബീട്രൂട്ടും എല്ലാം കൂട്ടി ഒരു പിടിച്ച് ഒന്നും പറയാനില്ല, ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.